വടക്കോട് സ്കൂളിൻ്റെ വടക്ക് വശത്തായിരുന്നു നീക്കർത്തിലെ ബാലാമണിയുടെ വീട്. എൻ്റെ സീനിയറായിരുന്നു. അതുപോലെ തന്നെ പൊന്നാമിളിക്ക് അടുത്തായിരുന്നു ലക്ഷ്മിക്കുട്ടിയുടെ വീട്. കുറുക്കംപള്ളി, അതായത് ആ റോഡ് കഴിഞ്ഞ് കുറച്ച് ദൂരം പോകണം, അവിടെയായിരുന്നു വാസന്തിയുടെയും ശ്രീലതയുടെയും വീട്. പിന്നെ സ്കൂളിനടുത്തായിരുന്നു മേരിയുടെയും ഫിലോമിനയുടെയും വീട്. ഇവർ സഹോദരങ്ങളാണ്. അവർ രണ്ടുപേരും എൻ്റെ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. പിന്നെ അച്ചാമ്മയുടെയും മാർഗരറ്റിൻ്റെയും വീട്. ഇവർ നന്നായി പാട്ട് പാടും. കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് ഒരു ഇടവഴിയുണ്ട്. അത് നോക്കുമ്പോൾ കാണാം, അവിടെയായിരുന്നു ലില്ലിയുടെ വീട്. ഞാനും ലില്ലിയും ഒരു ബെഞ്ചിൽ അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ചുരുണ്ട മുടിയുള്ള ലില്ലി. പക്ഷേ ലില്ലി ഒരുപാട് കാലം മുമ്പേ യാത്ര പറഞ്ഞു പോയി. പിന്നെ രമയുടെ വീട് കഴിഞ്ഞായിരുന്നു സുപ്രഭയുടെ വീട്. അവിടെ മുഴുവനും പാടവും വയലുകളും, അതായത് പാടവും തോടും കുളങ്ങളും പിന്നെ കുറച്ച് കഴിഞ്ഞ് കായലുകളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ഒരു ലോകം. അതിന് പകരം വയ്ക്കാൻ പിന്നെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ആത്മാർത്ഥതയുമുള്ള സ്നേഹബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇത് കാണുന്ന നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. കുട്ടിക്കാലത്തെ ഓർമ്മകളും. അതുകൊണ്ടാണല്ലോ ONV കുറുപ്പ് എഴുതിയത്, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. അതെ, ഒരിക്കലും നടക്കാത്തതാണ് ഈ മോഹങ്ങൾ എന്നറിഞ്ഞ് തന്നെ നമ്മൾ പിന്നെയും മോഹിക്കുവാണ്, അല്ലേ? മോഹത്തിന് അതിരുകളില്ലല്ലോ. മഴക്കാലത്താണല്ലോ സ്കൂൾ തുറക്കുന്നത്. അന്ന് റോഡൊന്നുമില്ല, വെട്ടുവഴികളുമില്ല, നടപ്പാതകളേ ഉള്ളൂ. അതും മണ്ണിൻ്റെ നടപ്പാത. പക്ഷെ ഇപ്പോൾ അവിടെ ബസ് സർവീസൊക്കെയുള്ള റോഡാണ്. ആ റോഡ് പൊന്നാമളിയിലേക്കും പട്ടണക്കാട്ടേക്കും തുറവൂരേക്കും വളവങ്കലത്തേക്കും എന്തിനു പറയുന്നു വയലാറിലേക്കും കളവങ്കോടത്തേക്കും കൊല്ലപ്പള്ളിയിലേക്കും ഒക്കെ പോകുന്ന റോഡാണ് ഇന്ന്. അന്നത്തെ ആ വഴിയിലൂടെ പോകുമ്പോൾ അത് നാളെ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ വരുന്നൊരു റോഡാകുമെന്ന് ഓർക്കാനേ പറ്റിയിരുന്നില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അവിടുത്തെ അറിയപ്പെടുന്ന, അദ്ദേഹം ഒരു കമ്പൗണ്ടറായിരുന്നു. അന്ന് ഡോക്ടറാണ്, ഡോക്ടറിന് തുല്യമാണ് കമ്പൗണ്ടർ. അദ്ദേഹത്തിന് മുക്കണ്ണങ്കവലയിൽ ഒരു ക്ലിനിക്കും ഉണ്ടായിരുന്നു. അതുപോലെ തൃക്കേൽ അമ്പലത്തിൻ്റെ എതിർവശത്ത് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചലോ പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകളെ കൂട്ടി ഈ മൺവഴിയിലൂടെ ഒരു കൊടിയൊക്കെ പിടിച്ച് പോയിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. ഇതെന്തായാലെന്ന് ഓർത്തുകൊണ്ട് അത്ഭുതപ്പെട്ടൊക്കെ നോക്കി നിന്നു. പക്ഷെ അത് അവിടെ റോഡ് വരുന്നതിന് വേണ്ടിയായിരുന്നു. ആ ശ്രമഫലമായിട്ടാണ് അവിടെ പിന്നെ പൂഴിയൊക്കെ ഇറക്കി, അതൊക്കെ വലിയ സംഭവമായിട്ട് ഓർക്കുന്നുണ്ട്, റോഡ് വന്നത്. അതുപോലെ തന്നെ അന്ന് സിനിമാ കൊട്ടക പൊന്നാമള്ളിയിലാണ്, ജയലക്ഷ്മി തിയേറ്റർ. അവിടെ പോയി ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. മനസ്സിൽ നിന്ന് മായാത്ത പല സിനിമകളും. അതിൻ്റെ നോട്ടീസ് കൊണ്ടുവരുന്നൊരു ഏർപ്പാടുണ്ട്. അതായത് കൊട്ടകയിൽ എന്താണ് പ്രദർശിപ്പിക്കാൻ പോകുന്ന സിനിമ ഏതാണ് എന്നുള്ളതിൻ്റെ നോട്ടീസ്. അപ്പോൾ കൊട്ടുകാരൻ വേലായുധൻ എന്ന് പറയും. അദ്ദേഹം ചെണ്ട കൊട്ടുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത്. അദ്ദേഹമാണ് ഈ ചെണ്ട കൊട്ടി മുൻപേ വരുമ്പോൾ ഇന്നത്തെ പോലെ അത്
സൈക്കിളിലോ ഓട്ടോറിക്ഷയിലോ ബൈക്കിലോ സ്കൂട്ടറിലോ ഒന്നുമല്ല. അതിൻ്റെ പുറകെ ഈ സിനിമ നോട്ടീസ് വിതരണം ചെയ്യാനായിട്ട് ഒരാളുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സിനിമ നോട്ടീസിന് വേണ്ടി ഓടിപ്പാഞ്ഞ് നിന്ന് ഇത്രയും വേഗം അത് അവർ താഴോട്ടിട്ടിട്ട് പോകും. നമ്മുടെ കയ്യിലൊന്നും തരത്തില്ല, അന്തരീക്ഷത്തിൽ പറന്ന് നടക്കും, അത് പിടിച്ചെടുക്കണം. അങ്ങനെയാണ് ഈ സിനിമ ഏതാണെന്ന് നമ്മളറിയുന്നത്. ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത സിനിമയാണ് തുലാഭാരവും കള്ളിച്ചെല്ലമ്മയും. ശാരദയുടെ തുലാഭാരം, ഷീല അഭിനയിച്ച കള്ളിച്ചെല്ലമ്മ. മറ്റൊന്ന് ഈ പാല് മിഠായിക്കാരന്. നമ്മുടെ ആ വഴി മൺവഴിയായിരുന്നല്ലോ. അപ്പോൾ ഒരു മണിയടി കേൾക്കാം. അപ്പം ഞങ്ങൾക്കറിയാം ശനിയാഴ്ചകളിലാണ് പാല് മിഠായിക്കാരൻ വരുന്നത്. അപ്പോൾ ഞങ്ങളതിന് റെഡിയായി നിൽക്കും. പക്ഷേ പൈസയൊന്നും ഇല്ലയെന്ന്, വീട്ടിലൊക്കെ ഈ മിഠായി മേടിച്ച് കളയാനും തരാനൊന്നും അധികം. അതിന് ആ സമയത്താണ് അവിടെ ഈ ലൈൻ കമ്പി, അത് കറണ്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് പോസ്റ്റല്ല, കറണ്ടിൻ്റെ പോസ്റ്റ് ഇടാനായിട്ട് ആ കമ്പി പലതും അലുമിനിയം കമ്പിയാണ്, അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കും, അല്ലെ അവർ വെച്ച് മറന്നു പോകുന്നൊക്കെ ഉണ്ടാവും. ഞാനും രമയൊക്കെ ഇവിടെ ഇതൊക്കെ ശേഖരിച്ച് വെച്ച്, അല്ലെ വീട്ടിലുള്ള സഹോദരങ്ങളും ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഈ പഞ്ചാര പാലുമിഠായി, ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ഓർക്കുന്നില്ലേ? പഞ്ചാര പാലുമിഠായി ആർക്കു വേണം ആർക്കു വേണം ആർക്കു വേണം എന്നുള്ള പാട്ട്. അതുപോലെ ഈ പാലുമിഠായിക്കാരൻ്റെ അടുക്ക ചെന്ന് ഇത് മേടിക്കും. ഇതിങ്ങനെ ഈ നമ്മുടെ ഒരു തരം വെള്ളയും ഒരു തരം ചുവപ്പും കളറിങ്ങനെ ചേർന്ന ഒരു എന്താ പറയുക, വര പോലെ രണ്ട് കളർ തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു കമ്പിൽ ഈ റബ്ബർ ചുറ്റുന്ന പോലെ ചുറ്റിയിട്ടുള്ളതാണ് ഈ സംഭവം. ഇത് ചുറ്റിപ്പിടിച്ചിരിക്കും ഇത്. എന്നിട്ട് ഈ സംഭവം ഈ അലുമിനിയം കമ്പിയോ അല്ലെങ്കിൽ 2 പൈസ 5 പൈസ ഒക്കെ തന്നെ കൂടുതലാണ് കൊടുത്ത് ഇത് വാങ്ങും. എന്തൊരു ടേസ്റ്റാണ് അതിന്, മറക്കാൻ പറ്റാത്ത രുചിയായിരുന്നു. വീട്ടിൽ അമ്മച്ചി എപ്പോഴും പറയും, അത് ആ പാല് മിഠായിക്കാരൻ തുപ്പൽ കൊണ്ട് വിരലിൽ തുപ്പൽ തൊട്ടിട്ടാണ് അത് ഊരി തരുന്നത്, അതൊന്നും കഴിക്കരുതെന്ന് പറയും. മറ്റൊന്ന് ഐസ് മിഠായിക്കാരനാണ്, അതും രസമാണ്. സൈക്കിളിലാണെന്ന് ഐസ് കൊണ്ടുവന്നത്, തലച്ചൂടായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ആ തലച്ചൂടായിട്ട് കൊണ്ടുപോകുമ്പോൾ ഐസ് അലുത്ത് പോവില്ലേ? അപ്പോൾ സാധാരണ പെരുന്നാളുകൾക്കൊക്കെയാണ് ഈ ഐസ് വാങ്ങുന്നത്. അന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നൊരു കഥയുണ്ട്. ഒരു വല്യമ്മച്ചി പള്ളിപ്പെരുന്നാളിന് ഐസ് മേടിച്ച്, സ്റ്റിക്ക് ഒരു കമ്പിലാണ് ഈ ഐസ്, അത് മേടിച്ച് പല കളർ, ചുവപ്പാണെന്ന് പൊതുവേ ഉള്ളത്, വെള്ളയുണ്ടെന്നു, ഇത് മേടിച്ച് മടിയിൽ വെച്ച് തൻ്റെ പേരക്കുട്ടിക്ക് കൊണ്ട് കൊടുക്കാൻ പോയി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കമ്പ് മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും അറിയാമല്ലോ. ഞങ്ങൾ ഈ ഐസ് മിഠായിക്കാരൻ വരുമ്പോൾ അത് ഈ അർക്കപ്പൊടി, അന്ന് തെർമോക്കോളൊന്നും അങ്ങനെ ഇല്ല, അർക്കപ്പൊടിയിലൊക്കെ വെച്ച് ഇത് കൊണ്ടുവരുന്നത്. ഒരു പെട്ടി, ഒരു ചതുരത്തിലുള്ള ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവം, അതിനുള്ളിൽ വെച്ചാണ് കൊണ്ടുവരുന്നത്. അതും മേടിക്കാനായിട്ട് ഇയാളുടെ പുറകെ ഓടി ഐസ് മേടിച്ച് സ്റ്റിക്ക്, അതിൻ്റെ എന്താ പറയുക, ഒരു കമ്പിലാണിത്, ചതുരത്തിലാണ്, ചതുരമല്ല, ഒരു തരം മുകളിലോട്ട് പോകുമ്പോൾ വീതി കുറഞ്ഞു വരുന്ന, ചിലപ്പോൾ അത് നീളത്തിലുള്ളതുകൊണ്ട് ഉരുണ്ടിരിക്കുന്നത്. പക്ഷെ അന്നൊക്കെയുള്ള ചുമല ഐസ് മിഠായി ഇങ്ങനെ താഴോട്ട് ചതുരം മേളിലോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ വീതി കുറഞ്ഞിട്ടാണ്. ഇതൊക്കെ കഴിക്കുമ്പോൾ അന്നൊരു അസുഖം ഉണ്ടായിരുന്നില്ല, ആശുപത്രിയിലും പോകേണ്ടി വന്നിട്ടില്ല. അതൊക്കെ വളരെ ആസ്വദിച്ച് കഴിഞ്ഞിരുന്ന ബാല്യം എത്ര രസകരമായിരുന്നു അല്ലേ? മഴക്കാലത്ത് സ്കൂളിലേക്കുള്ള യാത്ര രസകരമാണ്. ചെരുപ്പും കുടയൊന്നും ഉണ്ടായിരുന്നില്ല. വാഴയിലയോ ചേമ്പലയോ ഒക്കെയാണ് സാധാരണ കുട്ടികൾ ചൂടിക്കൊണ്ടുവരുന്നത്. അതുമല്ലെങ്കിൽ മഴ നനഞ്ഞ് ഓടുമായിരുന്നു. അതിൽ മറ്റൊരു കാര്യം, ഇന്നത്തെ പോലെ അന്ന് ബാഗോ സ്കൂൾ ബാഗോ സഞ്ചിയോ ഒന്നുമില്ല. ഈ പുസ്തകങ്ങൾ തന്നെ റബ്ബർ ബാൻഡിട്ടാണ് അടുക്കി ഒക്കത്ത് വെച്ച് കൊണ്ടുപോകുന്നത്. റബ്ബർ ബാൻഡ് പോലും അന്ന് വളരെ അപൂർവമാണ്.
അപ്പം ഇങ്ങനെയുള്ള ബുക്കുകൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഉണക്കിയെടുക്കുന്നത് പരണിൽ വെച്ചോ അല്ലെങ്കിൽ അടുപ്പിലെ തീയുടെ സമീപത്ത് വെച്ചോ ഒക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന മഴക്കാലത്ത് പോകുന്ന ഓർമ്മകൾ പ്രധാനമായിട്ടും കാവിൽ പാലം. അത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് നേരത്തെ. അതിൻ്റെ ഒരു കഥയുണ്ട്. ഈ കാവിൽ പാലം ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് തടിയാണ്, കറുത്ത പെയിൻ്റടിച്ച തടി. 2 വശത്തും കൈവരികളുണ്ട്. കയറി നമ്മൾ ആ നിരപ്പായ സ്ഥലത്തെത്തുമ്പോൾ കുറേ പലകകളുണ്ട്, കുറച്ച്. അത് ആ കായലിൻ്റെ, കാവിൽ കായൽ, അതിൻ്റെ അത്രയും വീതിയിൽ. അത് കഴിഞ്ഞ് താഴോട്ടാണ് സ്റ്റെപ്പ്. ഇതിൽ താഴോട്ടിറങ്ങുന്ന അതോ മേളിലോട്ട് കയറുന്നതാണോ ഒരു പലക പോയിരുന്നു. പിന്നെ ഈ നിരപ്പായ സ്ഥലത്തെ ഒരു പലകയും. ഇപ്പോഴും അതെൻ്റെ കൺമുന്നിലുണ്ട്, ആ 2 പലകയില്ലാത്ത പാലം. ഞങ്ങൾക്ക് കുട്ടികൾക്കറിയാം എവിടേക്കാണ് പലകയില്ലാത്തത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കയറുമല്ലേ എല്ലാവരും കൂടെ ഇങ്ങനെ. അങ്ങനെ എല്ലാവരും കൂടെ കയറുമ്പോൾ ഒരാൾ കൈപിടിച്ച് ആ പാലം മറ്റേ ആളുടെ കടത്തിയിരിക്കും. ഒരിക്കലും ആരും വീഴുകയോ അപകടമൊന്നും ഉണ്ടായിട്ടില്ല അന്നൊക്കെ ആ പാലത്തിൽ സ്കൂളിൽ പോകുമ്പോഴൊക്കെ. ഒരിക്കലും എനിക്ക് പറ്റിയൊരു അമളി പറയാം. അമളിയല്ല, എൻ്റെ ചേട്ടാ സ്കൂളിലേക്കോ പള്ളിയിലേക്കോ പോകുന്നത് കൂട്ടുകാരത്തോ വീട്ടിലുള്ളവരുടെ കൂടെയോ അല്ല ബന്ധുക്കളുടെ കൂടെയൊക്കെ ആയിരിക്കുമല്ലോ. ഒരു പ്രാവശ്യം ഞാൻ സ്കൂളിൽ താമസിച്ചു പോകേണ്ട ഒരു അവസരം ഉണ്ടായി. അപ്പോൾ ആരുമില്ല. അന്ന് പെരിങ്ങോട് കാവിൻ്റെ, ഇടത്തില കാവിൻ്റെ, കുളവഞ്ചിറ കാവിൻ്റെ മുന്നിലൂടെ ഒറ്റ ഓട്ടായിരുന്നു, ചെവി പൊത്തി പിടിച്ചുകൊണ്ട്. കാരണം കാട്ടിൽ നിന്നുള്ള ശബ്ദങ്ങളും പേടിപ്പെടുത്തുന്നതായിരുന്നു. അങ്ങനെ കാവിൽ പാലത്തിൽ കയറുന്ന സമയത്ത് ഞാൻ ധൈര്യത്തിൽ കയറുവാണ്. എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉടുപ്പൊക്കെ ഇട്ടിരുന്നത്. കയറി അങ്ങ് പോയി. ആദ്യത്തെ പലക പോയത് കയറുന്നിടത്തായിരുന്നു പലക. അതൊരു തരത്തിൽ ഞാൻ അതിനെ അതിജീവിച്ച് നിരപ്പായ സ്ഥലത്തെത്തി. ഈ പലക പോയ വടവ്, അതിൻ്റെ ഇപ്പുറം നിൽക്കുന്നത് എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഭയം. ആ വിടവിലൂടെ നോക്കുമ്പോൾ വെള്ളം, മഴക്കാലമാണ്, നല്ലതായിട്ടുണ്ട്, നിറഞ്ഞൊഴുകുവാണ്. ഞാനവിടെ ഒന്ന് ഒറ്റ കരച്ചിൽ. അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതിലെ പോയൊരു വള്ളക്കാരൻ ആ വള്ളം അവിടെ അടുപ്പിച്ചിട്ട് എന്നെ പാലത്തിൽ നിന്ന് ഇറക്കി സ്കൂളിൽ കൊണ്ടാക്കിയ ഓർമ്മയുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം മനസ്സിലുണ്ട്. പക്ഷെ ഇന്ന് പാലമൊക്കെ വളരെ പുതിയ രീതിയിലൊക്കെ പരിഷ്കരിച്ചു, റോഡും ചുറ്റുപാടുകളും എല്ലാം. പിന്നെ അന്നൊക്കെ ഞങ്ങൾ കുട്ടികൾ പേടിച്ചിരുന്ന ഒരു കാഴ്ചയുണ്ട്. അത് ഇന്നും അതെന്താണെന്ന് എനിക്കറിയില്ല. പായിക്കാടൻ പോകുന്നു എന്ന് പറയും. അദ്ദേഹം ഒരു തരം മുണ്ടും ഒരു തരം കോട്ടാണ്, കോട്ടൊക്കെ ഇട്ട് ആ കിഴക്കുന്ന് ഇങ്ങോട്ട് വരും. അതായത് ആ പാലക്കാമുറിക്കാരുടെ വീടിൻ്റെ അതിലെ പൊന്നേഴുത്ത വീടിൻ്റെ അതിലെ, പൊന്നേഴുത്ത വീടൊക്കെ കഴിഞ്ഞ് റോഡിൽ വഴിയിലെത്തുമ്പോഴാണ് പാലക്കാമുറിയിലെ വീട്. പാലക്കാമുറിയിലെ വീടൊന്നുമില്ല. പാലക്കാമുറിയിലെ വല്യപ്പനെ ഓർക്കുന്നു. അപ്പച്ചൻ്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു. മിക്കവാറും വീട്ടിൽ വന്ന അപ്പച്ചനുമായിട്ടിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പായിക്കാടൻ ഇങ്ങനെ ഒരു വെളുത്ത മുണ്ട്, ആ മുണ്ട് മടക്കി കുത്തി ഒരു കോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ കോട്ട് വിട്ട് തൊപ്പി ഉണ്ടായിരുന്നോ എന്നൊരു സംശയം. എന്തായാലും ആരോടും മിണ്ടി കണ്ടിട്ടില്ല. പുള്ളി അങ്ങ് ഒരു പോക്ക് പോകും. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ പണ്ട് പേടിപ്പിച്ചിരുന്നതാണ്, പായിക്കാടൻ വരും പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞു. ഈ ഓർമ്മയിൽ ഒരിക്കൽ ഞാനും മേരിയാണോ കുഞ്ഞമ്മയാണോ രമയാണോ പായിക്കാടനെ കണ്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്നത് ഓർക്കുന്നുണ്ട്. ഞങ്ങൾ അമ്മി കെട്ടിപ്പിടിച്ച് ഭയന്ന് കരയുന്നത്. അങ്ങനെ ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോയി. ഒരു നോട്ടവും ഇല്ല, ഒരു പ്രതികരണവും ഇല്ല. കരയുന്നവരെ കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ ഒന്നും നിന്നില്ല. പിന്നീട് അറിയുന്നത് അദ്ദേഹം ഏതോ ജന്മിയാണ്. അദ്ദേഹത്തിന് അവിടെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്, കൃഷിയിടങ്ങൾ, നെൽവയലുകൾ, തെങ്ങും തൊപ്പുകളൊക്കെ ആയിരിക്കും. അങ്ങനെ
ആ വഴി പോകുന്നത് അതിനു വേണ്ടിയാണെന്നുള്ളത്. ഇത്തരം ഓർമ്മകളൊക്കെ പലപ്പോഴും മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാറുണ്ട്. പക്ഷെ ഞങ്ങൾ കൂട്ടുകാർ തമ്മിൽ പങ്കുവയ്ക്കും, അല്ലാതെ ആരോട് പറയാനാ? ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇത് കാണുന്ന നിങ്ങൾക്കും ഇതേ അനുഭവങ്ങളും ഇതേ ഓർമ്മകളും ഒക്കെ ഉണ്ടായിരിക്കില്ലേ? കുഞ്ഞാമ്മ സിസ്റ്റർ പാട്ട് പാടാൻ എന്നെ തിരഞ്ഞെടുത്ത കാര്യം പറഞ്ഞല്ലോ. പക്ഷെ ഡാൻസിന് ഞങ്ങൾ മുന്നിലായിരുന്നു. ശുഭയും ഞാനും രമയും എല്ലാ വെക്കേഷനുകളിലും 2ാം ക്ലാസ് മുതൽ ഞങ്ങൾ പട്ടണക്കാട് കോൺവെൻറ്റിൽ പോയി, ഈ സിസ്റ്റർമാർ താമസിക്കുന്ന കോൺവെൻറ്റ് വയലാർകവലയില്ല, അതിന് പട്ടണക്കാട് കോൺവെൻറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. വയലാർകവലയിൽ അതിൻ്റെ വാതിക്കലാണ് ഇപ്പോൾ പബ്ലിക് സ്കൂളൊക്കെ ഉള്ളത്. കോൺവെൻറ്റ് അതിൻ്റെ അകത്തേക്ക് ആണ്. അവിടെ ഡാൻസ് പഠിക്കാൻ പോകുമായിരുന്നു. അത് വേറെ കഥയാണ്, അതൊക്കെ പിന്നെ പറയാം. എന്തായാലും ഞങ്ങൾ സ്കൂളിൽ ആനിവേഴ്സറിക്ക് ഡാൻസ് കളിക്കുമായിരുന്നു. ആ പാട്ടൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കടലിനക്കരെ പോയോ കാണാ പൊന്നിന് പോയോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ട്. പിന്നെയുണ്ട് അമ്മേ 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 നമ്മുടെ അമ്പിളി അമ്മാവൻ എന്ന് വരും. കുട്ടികളല്ലേ, ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ്സൊക്കെ പഠിക്കുക. പഞ്ചാരപ്പാല് മിഠായി. കുറച്ചുകൂടെ വലുതായ ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒറ്റയ്ക്കൊരു ഡാൻസ്, താമരക്കുമ്പിളല്ലോ മമഹൃദയം എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഓർമ്മകൾ, ഈ ഓർമ്മകളെല്ലാം ഓടക്കുഴലൂതി വരികയാണ് നമ്മുടെ മുന്നിലൂടെ. അതിൽ മുങ്ങി ഉളതലയിൽ ഒതളങ്ങിയ പോലെ താന്നും പൊങ്ങിയും താന്നും ഞാനും. കാണാം വീണ്ടും. സ്നേഹം.